പുതിയുഗ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരളത്തിൽ ഇതേ ആരോഗ്യ വകുപ്പിൻ്റെ അനാസ്ഥ മറച്ചുകൊണ്ട് ഇതേ ആരോഗ്യ വകുപ്പിന് ഒരു ബദൽ ആരോഗ്യ കേരളം ഉണ്ടാക്കുമെന്ന മുദ്രാവാക്യമാണ് പുതിയുഗ യാത്രയിൽ വയ്ക്കുന്നത്. ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ നടത്തുന്ന ഡിവൈഎഫ്ഐക്കാർക്ക് ബദലുണ്ടാക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഡിവൈഎഫ് എനിക്ക് ഇന്ന് കുറേ CPM-ൻ്റെ നേതാക്കന്മാരങ്ങ് ഇറങ്ങിയേക്കാണ് നമ്മളെ മാന്യത പഠിപ്പിക്കാൻ വേണ്ടി. ആരാ ഇവർ? മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളിന് വെച്ച ആ കുഴിമാട ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ വെച്ച കുഴിമാടവും റീത്തും ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തിന്? കുഞ്ഞികൃഷ്ണൻ്റെ വീട്ടിൽ കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടുപോയി. കുഞ്ഞികൃഷ്ണൻ വീട്ടിൽ അപ്പം റീത്ത് കൊണ്ടുവയ്ക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ ഒരു പുസ്തകം ഇറക്കി, ആ പുസ്തകം മേടിച്ച ആളുടെ വീട്ടിൽ റീത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഇങ്ങനെ ഒരാളെ അപായപ്പെടുത്തും എന്ന് പറഞ്ഞ് റീത്ത് കൊണ്ടുവയ്ക്കുന്ന ഡിവൈഎഫ്ഐക്കാരനും CPM-കാരനും ഞങ്ങളെ അങ്ങ് മാന്യത പഠിപ്പിക്കാൻ വരികയാണ്. അതുകൊണ്ട് പുതിയുഗ യാത്രയെ ആക്രമിക്കാൻ വന്നാൽ അതെങ്ങനെ നേരിടണമെന്ന് യൂത്ത് കോൺഗ്രസിന് നന്നായി അറിയാം. അങ്ങനെ പുതിയുഗ യാത്ര, അത് പ്രത്യേകിച്ച് എറണാകുളം ജില്ല, അങ്ങനെ പുതിയുഗ യാത്രയെ നേരിടാൻ പറ്റുന്ന ഡിവൈഎഫ്ഐക്കാരൊക്കെ വരട്ടെ. അത് ഞങ്ങൾ കണ്ടോളാം. അത് ഞങ്ങളെ എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾ കാണിച്ചും തന്നോളാം. അല്ല, അതായത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? എൻ്റെ ബലമായ സംശയം കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ സ്വകാര്യ ലോബി, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു കേരളത്തെ സ്വകാര്യ ആരോഗ്യ ലോബി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ സ്വകാര്യ ആരോഗ്യ ലോബിയുടെ ഏജൻ്റായിട്ടാണോ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഇത്രമാത്രം കേരളത്തിൽ എത്ര സീരിയസ് ഓഫ് ഇൻസിഡൻസ് ആണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പ്രശ്നമുണ്ടായി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നും പ്രശ്നങ്ങളാണ്, നെയ്യാറ്റിൻകരയിൽ പ്രശ്നങ്ങളുണ്ടായി, കോന്നി മെഡിക്കൽ കോളേജ്, ചേർത്തല, കോഴിക്കോട്, ഇങ്ങനെ എന്നും പ്രശ്നങ്ങളാണ്. ഇത്രയധികം സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളെയും തകർത്താൻ ശ്രമിച്ചിട്ട് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു ചെറുവിരൽ അനക്കിയോ? ഇപ്പം ഇവർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സൗജന്യ ചികിത്സ ആർക്കും കൊടുക്കുന്ന 1500 കോടി രൂപയാണ് കാരുണ്യവുമായി ബന്ധപ്പെട്ട് പണം കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ആരും ഇപ്പോൾ ചികിത്സ നടത്തുന്നില്ല. എത്ര കോടി രൂപയുടെ മരുന്നിൻ്റെ പണം കൊടുക്കാനുണ്ട്, മരുന്ന് കിട്ടുന്നില്ല. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യം വെച്ചാണോ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടിറങ്ങുന്ന വാർത്തകളിൽ ജാഗ്രത വേണം എന്ന് പറയുമ്പോൾ എന്നും ഓരോ വാർത്തകളാണ്. ഇപ്പോൾ ഏറ്റവും നല്ലത് ആ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലുള്ള കത്രികയും കത്തിയും സാധനങ്ങളൊക്കെ മടക്കി കൂട്ടി വീട്ടിൽ ഒതുക്കി വെക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇതൊക്കെ ആരുടെയെങ്കിലും വയറ്റിൽ നിന്നും അതുപോലെ ശരീരത്തിൽ നിന്നും കണ്ടെത്തേണ്ടി വരും. ആരോഗ്യവകുപ്പ് മന്ത്രി കേരളത്തിൽ സമ്പൂർണ്ണ പരാജയമാണ്. ആരോഗ്യ മേഖല സമ്പൂർണ്ണ പരാജയമാണ്. ഇത്രമേൽ ആകെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ ഇന്നലെ സൈബർ LDF-കാർ ഇറക്കുന്നത് കണ്ടത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മറന്നുവെച്ച കത്രിക രണ്ടാം പിണറായി കാലഘട്ടത്തിലെ ആരോഗ്യമന്ത്രി കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അതിൽ വീണ ജോർജിനെ അഭിവാദ്യം രേഖപ്പെടുത്തിക്കൊണ്ട് കുറേ CPM-കാരൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ടീച്ചറമ്മയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കത്രിക രണ്ടാമത്തെ ശ്രീമതി വീണ ജോർജ് കണ്ടെത്തിയെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ആരോഗ്യ മേഖലയെ പൂർണ്ണമായി തകർത്ത് സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കുമ്പോൾ സാധാരണക്കാരനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സ്വകാര്യ ലോബിക്ക് വേണ്ടിയാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി കേരളത്തിലെ അപമാനമാണ്. ഈ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എന്തെങ്കിലും നാണത്തിൻ്റെ ഒരു അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഉളുപ്പിൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ഒരു മാസം കൂടെ ഉള്ളൂ. എന്നാൽ ഈ ഒരു മാസത്തേട്ട് കേരളത്തിലെ സാധാരണക്കാരെ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ആ സ്ഥാനത്തൊന്ന് രാജിവെച്ച് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നതാണ് നല്ലത്. കാരണം ഒരല്പം ഉളുപ്പ്, ഒരല്പം നാണം ഉണ്ടെങ്കിൽ ഈ ഒരു മാസത്തേട്ടെങ്കിലും നമ്മുടെ നാട്ടുകാർ സമാധാനമായിട്ടൊന്ന് ആരോഗ്യ മേഖലയിൽ, അതായത് സർക്കാർ ആശുപത്രിയിലൊക്കെ ഒന്ന് പൊക്കോട്ടെ. ഇങ്ങനെ ഈ മേഖലയെ തകർത്ത് ഈ വകുപ്പിനെ തകർത്ത മറ്റൊരു മന്ത്രി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിശക്തമായ സമരം അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകും. ആരോഗ്യ വകുപ്പ് മന്ത്രി റോട്ടിലിറങ്ങുമ്പോൾ റോട്ടിൽ തടയുക ഉൾപ്പെടെ, ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് വഴി നടക്കാൻ പറ്റാത്തത് ഉൾപ്പെടെ, ആരോഗ്യ മേഖലയെ തകർത്ത ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ എവിടെ വന്നാലും സമരം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള അതിശക്തമായ സമരം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആ സമരങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നോ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നോ DYFI-യും SFI ഒക്കെ വിചാരിച്ചാൽ അതിന് വെച്ച വെള്ളം വാങ്ങി വയ്ക്കാനല്ല, സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തൊക്കെ മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പറയാം.